ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എവിടെയും പോകാനൊന്നുമില്ല, വെറുതെ ഒന്ന് ഒരുങ്ങാന്ന് വെച്ചതാണ്. അപ്പം ഞാൻ എങ്ങനെ നോർമലി ഒരുങ്ങുക അതാണ്. ഫസ്റ്റ് എൻ്റെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുക. എനിക്കിതാട്ടോ സ്യൂട്ടബിൾ. ഞാനിതിപ്പോൾ കുറേ ആയി യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ എടുക്കുക, നല്ലോണം എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. കാമായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. എൻ്റെ മുഖം ആകെ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലേ. ഡയറക്റ്റ് ഉറക്കത്തുനിന്ന് എണീറ്റുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. നെക്സ്റ്റ് മസ്റ്റായിട്ട് സൺസ്ക്രീമാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, മഴക്കാലത്ത് എന്തിനാ സൺസ്ക്രീൻ? മഴക്കാലത്തും സൺ ടാൻ അടിക്കും, സൺ പ്രൊട്ടക്ഷൻ വേണം, അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഞാനാണെങ്കിൽ നല്ലോണം വാരി പൊത്തും. ഇതും ഡീകൺസ്ട്രക്റ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ സൺസ്ക്രീമാണ് കേട്ടോ. SPF 15 ആണ്, PA++ ഒക്കെ ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു കംഫർട്ടാണ്. ഓയിലി അല്ല, ഒരു ഗ്രീസി ഫീലിംഗ് ഇല്ല, നല്ല അടിപൊളിയാണ്. അതായത് ഒരു മാറ്റ് ഫിനിഷ് കിട്ടും. ഇതിപ്പോൾ ഇത് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു കവറേജ് പോലെ ഫീലാവും. നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിന്നിനൊക്കെ ബെസ്റ്റാണ്. ആക്ച്വലി എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലിയാണ്, അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെയിൻ സാധനം ലാക്മേയുടെ ക്രീമാണ്. ഇത് ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. എവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ കൺസീലറൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്കിങ്ങനെ സിമ്പിൾ മേക്കപ്പാണ്. ഇതിൽ തന്നെ ഞാൻ തൃപ്തിയാണ് ഗൈസ്. ഇതെല്ലായിടത്തും അപ്ലൈ ചെയ്യുക, കഴുത്തിൽ, മുഖത്തെല്ലാം. കാരണം അവിടെയും ഇവിടെയും വേറെ കളറായി തോന്നരുതല്ലോ. അങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് നല്ല വൃത്തിയിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. സ്ലോ പ്രോസസ്സാണിത്. പതുക്കെ ഇങ്ങനെ എല്ലായിടത്തും ഈവണായിട്ട്, അതായത് എല്ലായിടത്തും ഈക്വലായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് കുത്തി കുത്തി പോയത്. ഇതിപ്പോൾ വീഡിയോ ഞാൻ സ്പീഡിലിട്ടുകൊണ്ട് സ്പീഡായിട്ട് കാണുന്നു എന്നല്ല, കണ്ടോ. സ്കിന്നും ഇതും ഒരേ കളറാണ്, രണ്ട് കളറായി തോന്നരുത്. ഇതാണിതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്ററായ കണ്ണാണല്ലോ ഒരാളുടെ അട്രാക്ഷൻ. അപ്പം എനിക്ക് എപ്പോഴും എൻ്റെ ഐബ്രോ, കണ്ണ്, അതായത് എനിക്ക് ഭയങ്കര, എൻ്റെ ഫേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ കണ്ണും ഐബ്രോ ആണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ സൂക്ഷിക്കും. നല്ലോണം അത് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഗ്ലാമിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. അത് കുറേ ആയി വാങ്ങിച്ചിട്ട്. ഞാൻ ഡെയിലി ഓഫീസിലേക്ക് ഉപയോഗിച്ച് തോണ്ടി തീർന്നതാണ്. അപ്പം അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഷെയ്ഡൊന്നും ഓർമ്മയില്ല, ഷെയ്ഡിൻ്റെ പേരും അതിലില്ല ഗൈസ്. ഒരു നോർമൽ ഷെയ്ഡ്. അതെടുത്ത് ഞാൻ ആദ്യം ഇങ്ങനെ മേലെ അപ്ലൈ ചെയ്യും. ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ്. ഇതിൻ്റെ രീതിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ വാട്ടർ ലൈനിൻ്റെ അടുത്തൊക്കെ അപ്ലൈ ചെയ്യും. കണ്ടോ, ചേഞ്ച് ഇല്ലേ, രസമായില്ലേ. അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഗ്ലിറ്റർ ഒന്നും ഇടില്ല. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. എനിക്കിതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷനാണ്. എന്താണെന്ന് അറിയില്ല. എന്നിട്ട് വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. അതും കൂടെ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തുകൊണ്ട് വെക്കും. കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയാവും. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കണ്ണ്. പൊക്കി പറയുകയല്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഡാസ്ലറിൻ്റെ നോർമൽ ഐലൈനറാണിത്. പണ്ട് മുതലേ ഞാൻ വാലിട്ട് എഴുതുന്നതുകൊണ്ട് ആ ശീലം ഇതുവരെ വിട്ടിട്ടില്ല. പൂത്തുപോലെ വന്നിട്ടും വാലിട്ട് എഴുതണം കണ്ണെനിക്ക്, ആ ഒരു അവസ്ഥയാണ്. നടുവിൽ നിന്നാണ് ഞാൻ എടുത്തിട്ട് വിങ് എടുത്തിട്ട് പിന്നെ ഫസ്റ്റ് എൻഡിൽ നിന്ന് അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. സെറ്റായില്ലേ? മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു സെറ്റാവില്ലേന്ന്. പിന്നെ ഇപ്പോൾ അടിയിൽ ഫുള്ളായിട്ട് എഴുതാറൊന്നുമില്ല. ഇപ്പോൾ ഫാഷനല്ലേ, അപ്പോൾ ഇങ്ങനെ പാതി വഴിയൊക്കെയാണ് ഞാൻ എഴുതാറ്. ഞാൻ കണ്ടുപിടിച്ചൊരു ഫാഷനാണ്. ഇനി ഇങ്ങനത്തെ ഫാഷൻ മുന്നേ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സാറ്റിസ്ഫിക്കേഷൻ ലെവൽ നല്ല ഭംഗിയുണ്ട്. ഇന്നെ തന്നെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ആക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം ലിപ്സ്റ്റിക്ക്. ഇത് ഡാസ്ലറിൻ്റെ നോർമൽ മറ്റേ 80 റുപ്പീസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ലിപ്പ് ലൈനറൊന്നും യൂസ് ചെയ്യാറില്ല. മേ ബി ഞാൻ ചില ലിപ്സ്റ്റിക്ക് വെച്ച് ലൈൻ ചെയ്യും, പിന്നെ അതിൽ വേറെ വെച്ച് ഫില്ല് ചെയ്യും. ഇതും ഡാസ്ലറിൻ്റെയാണ്, നമ്മുടെ വൈറൽ ലിപ്സ്റ്റിക്ക് 025. രണ്ടും കൂടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെയുണ്ട്. രസമുണ്ടല്ലേ? ഇനി എങ്ങനെ മുടി കെട്ടാം എന്നുള്ള ചിന്തയാണ്. എനിക്ക് ഒട്ടും വശമില്ലാത്തൊരു വിഷയമാണ്. എനിക്ക് എല്ലാ ദിവസവും എത്ര വർഷങ്ങളായാലും എത്ര മാസങ്ങളായാലും എന്നെ എപ്പോൾ കാണുമ്പോഴും ഒരേ ഹെയർ സ്റ്റൈലായിരിക്കും. ഒന്നെങ്കിൽ ബനാന ക്ലിപ്പില്ലേ, മറ്റേ ബനാന ടൈപ്പ്, അത് ക്ലിപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതന്നെ, എനിക്ക് വേറെ ഹെയർ സ്റ്റൈലൊന്നുമില്ല ഗൈസ്. ഒറ്റയ്ക്കൊന്ന് ഫുൾ മുടിയെടുത്ത് ക്ലിപ്പ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ. രസമുണ്ടല്ലേ? എങ്ങനെയോ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളിയാണ് ഈ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്